സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ പൃഥുവിൻ്റെ ആ ഒരു കറന്നെടുക്കൽ പ്രക്രിയ, അതായത് ദോഹനം, അതാണ് പറഞ്ഞത്. അതാത് വിഭാഗത്തിൽപ്പെട്ടവർ അതാത് കുലത്തിലെ മുഖ്യന്മാരെ നിജകുല മുഖ്യ ബത്സയുക്തർ ബത്സമാക്കിക്കൊണ്ട് പശുക്കുട്ടികളാക്കിക്കൊണ്ട് അവരവർക്ക് ഉചിതമായ പാത്രത്തിൽ ചാരുഭാജനേഷു, ഏതൊക്കെയാ പാത്രം, ഏതൊക്കെയാ പശുക്കുട്ടികളൊക്കെ നല്ല പറയുണ്ടായി. അന്നാദീനഭിലഷിതാനി താനി താനി, വേണ്ടതായിട്ടുള്ള അന്നം മുതലായ വസ്തുക്കൾ ഏതൊക്കെയാ ഇന്നലെ പറയുണ്ടായി. കറന്നെടുത്തു സ്വച്ഛന്തം സുരഭിതനൂ മധൂതുകസ്ത്വം എന്നാണ് പറഞ്ഞു വെച്ചത്. ഇതിന് ശേഷം 7ാമത്തെ ശ്ലോകം. ആത്മാനം യജതി മകേ ത്വയി ത്രിധാമാ ത്രിധാമന്നാരബ്ധേ ശതതമവാജിമേധയാഗേ പർദാലുശതമക ഏത്യനീശവേഷോ ഹൃത്വാശ്വം തപതനയാൻ പരാജിതോഭൂത്. രാജാക്കന്മാരുടെ ഒരു കടമയാണ് എപ്പോഴും ഈശ്വരകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപ്പം അതൊന്നും പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയി ധ്യാനിക്കുക, ഈശ്വരകാര്യങ്ങൾ അനുഷ്ഠിക്കുക, ഒരു ക്ഷേത്രത്തിൽ ഇടപെടുക ചെയ്താൽ രാജാവ് എങ്ങനെയാണ് ഭരണവും രാഷ്ട്രീയവും മതവും കൂട്ടിക്കുഴച്ചു എന്നാണ്. ഈ കൂട്ടിക്കുഴയ്ക്കുക, നല്ല തൈര് അല്ലെങ്കിൽ വെണ്ണ ചോറിൽ കൂട്ടിക്കുഴച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അത് സുഖമായിട്ട് ഭക്ഷിക്കാം, അതൊന്നും കൂടി നന്നാവുക എന്നേ ഉള്ളൂ. ഈ സങ്കുചിതമായിരിക്കുന്ന മതമാത്സര്യ താല്പര്യങ്ങൾ ഒഴിച്ചാൽ അത് കൂട്ടിക്കുഴയ്ക്കണത് ശരിയല്ല, സമ്മതിച്ചു. അല്ലാതെ ഈശ്വര കാര്യത്തിനെ കൊണ്ട് എപ്പോഴും സംശുദ്ധാവുകയേ ചെയ്യുള്ളൂ ഭരണം. അഴിമതി ഉണ്ടാവില്ല. അത് കൂട്ടിക്കുഴച്ചാൽ നന്നാവുക ചെയ്യുക. നമ്മളിപ്പോൾ തെറ്റായ അർത്ഥത്തിൽ അവരെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ചു. നെയ്യ് കൂട്ടി ചോറുണ്ടു. അബദ്ധമല്ലേ? അതൊരബദ്ധമല്ല. പക്ഷെ സങ്കുചിതമല്ലാത്ത വിധത്തിൽ ഏത് മതതത്വങ്ങളും ഭരണക്കാർ ശ്രദ്ധിക്കണം. അതെന്നൊക്കെ ഒഴിഞ്ഞു മാറി ഞാൻ മതേതരനാണ്, കപട മതേതരത്വമാണ് ഇന്ന് നമ്മുടെ ശാപം. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് മതേതരം എന്ന് പറഞ്ഞാൽ മതം വേണ്ട എന്നാണ്. ശ്രീനാരായണ ഗുരുവിനും കൂടി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞാൽ മതം വേണ്ട, ജാതി വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നർത്ഥം വരുമോ? അതല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അവരെ ഞങ്ങളുടെ നേതാവാക്കിയിട്ട് മതമില്ലാത്തവർ കാട്ടും, മതമുള്ളവർ അവരുടെ നേതാവായിട്ടും കാട്ടും. 2 കൂട്ടരുടെ പോസ്റ്റർ നോക്കിയാലും ശ്രീനാരായണ ഗുരുവിനെ കാണാം. ഇപ്പം വിവേകാനന്ദനെയും തുടങ്ങിയിരിക്കണം. ഞങ്ങളുടെ ആളാണ് വിവേകാനന്ദൻ, ഞങ്ങളുടെ ആളാണ് വിവേകാനന്ദൻ, അതും ശരി. അതെങ്ങനെയാണ് 2 കൂട്ടരുടെ വിരുദ്ധാവുമ്പോൾ 2 കൂട്ടരുടെയും കൂടിയാവുക? വലിയ വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും അങ്ങനെയുള്ളവരൊക്കെ മതത്തിനെ അനുകൂലിക്കുന്നവർ തന്നെയാണ്. ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് ദയവായിട്ട് മതേതരാവുക, മതമില്ലാണ്ട അങ്ങനെയൊന്നും മതമേ വേണ്ട ഈ ഭരണത്തിൽ, ജീവിതത്തിൽ എന്ന് വിചാരിക്കുന്നവർക്കുള്ളവരല്ല ഇവരൊന്നും. നല്ല ഒന്നാന്തരം ഈശ്വരവാദിയാണ് ശ്രീനാരായണ ഗുരു.
അല്ലാന്ന് ആർക്ക് പറയാൻ പറ്റും? എത്ര കൃതികൾ ഭക്തിരസപ്രധാനമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ദൈവശതകം എല്ലാവരും ചെല്ലാൻ ഉപയോഗിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള 10 ശ്ലോകങ്ങളാണ്. അതുമല്ല, അനവധി കൃതികൾ ദൈവത്തിനെ സ്തുതിക്കുന്ന വിധത്തിൽ. അതൊക്കെ അധികവും സനാതനധർമ്മത്തിനെ കുറിച്ചാണ്. ഇപ്പം ചർച്ച ചെയ്യണം. ശ്രീനാരായണ ഗുരു സനാതനധർമ്മി ആണ്, എന്താ സംശയം? ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവ് തന്നെയാണ്. ആരല്ല എന്ന് പറഞ്ഞാലും നിഷേധിക്കാൻ പറ്റില്ല. അപ്പം മതത്തിനെ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗം ആക്കാം എങ്കിൽ ഭരണത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് സങ്കുചിതമാവരുത്, അവിടെയാണ് പ്രശ്നം. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഭാരതത്തിൻ്റെ മതത്തിൽ ഭരണത്തിൽ നമ്മൾ ഇസ്ലാമിൻ്റെ നല്ലത് തീർച്ചയായിട്ടും സ്വീകരിക്കണം. സംശയമൊന്നുമില്ല, ഇക്ക കാര്യത്തിലില്ല. ക്രിസ്ത്യനിലത്തെ നല്ലത് എടുക്കണം. എന്തുകൊണ്ട് എടുത്തുകൂടാ? ഹിന്ദുവിൻ്റെയും എടുക്കണം. ഇത് 3ഉം എടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ 3ഉം തള്ളല്ല വേണ്ടത്. ഒന്ന് മാത്രമായിട്ട് എടുത്താൽ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സനാതനത്തിന് അങ്ങനെ ഒരു സങ്കുചിതത്വമില്ല. സനാതനധർമ്മം എന്ന് പറയുന്നതും ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അതെങ്ങനെ രണ്ടാവുക? അത് രണ്ടാണ്. കാരണം ഹിന്ദു എന്ന വാക്ക് വിശാലാർത്ഥത്തിൽ രണ്ടും ഒന്നാണ് കേട്ടോ, പറയാം. അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു വരുന്നത് ഒരു മതത്തിൻ്റെ പേരായിട്ടാണെങ്കിൽ ഹിന്ദു മതം ഭരണത്തിൽ കൂട്ടിക്കുഴയ്ക്കരുത്. സനാതനധർമ്മം ആവാം. കാരണം അത് എല്ലാവർക്കും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ചേർന്ന ധർമ്മമാണ് സനാതനധർമ്മം. അതിന് ഒരു കൂട്ടർക്ക് എന്നില്ല, അങ്ങനെ ഇല്ല. അതുകൊണ്ട് സനാതനധർമ്മത്തെ ഭരണത്തിലേക്ക് എടുത്താലോ അത് കൂട്ടിക്കുഴച്ചാൽ നല്ലതാണ്. നെയ്യ് കൂട്ടി ചോറുണ്ടണ പോലെയാവും. അത് കൂട്ടിക്കുഴയ്ക്കണം. എന്താ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം? ആത്മാനം യജതി മഖേ ത്വയിത്രിധാമന്നാരബ്ധേശത തമ വാജിമേധയാഗേ സ്പർദ്ധാലു ശതമകേത്യ നീചവേഷോ ഹൃത്വാശം തപതനയാത് പരാജിതോഭൂത്. ധാരാളം അശ്വമേധയാഗങ്ങൾ നടത്തി. നമ്മുടെ ഭരണപരമ്പര നോക്കിയാൽ അറിയാം. സനാതനധർമ്മികൾ ദശരഥൻ വസിഷ്ഠനോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത്. സനാതനധർമ്മം ഹിന്ദുധർമ്മമല്ല, ഒരു മതമായിട്ടല്ല അത് കണ്ടത്. സനാതനധർമ്മം ഒരു മതവിഭാഗത്തിനുള്ളതല്ല. അതാദ്യം മനസ്സിലാക്കുക. ഏത് രാജാക്കന്മാരാണ് പഴയ കാലത്ത് അശ്വമേധ ആദികൾ നടത്താതെ ഇരുന്നിട്ടുള്ളത്? എല്ലാവരും ഈ ഈശ്വരകാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ ഈ യാഗമൊന്നും ഒരു വ്യക്തിക്ക് നടത്താൻ പറ്റില്ല. എന്നാലോ വളരെ വേണ്ട കാര്യമാണ്. അപ്പോൾ ഭരണത്തിന് വിചാരിച്ചാൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം 100 കോടികൾ കണക്കിന് ചിലവാക്കുന്നുണ്ട് പല കാര്യത്തിനും, ഇല്ലേ? പല സംഖ്യ എവിടെ എത്തണം തന്നെ അറിയില്ല, കണക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഈശ്വരകാര്യത്തിന് അനുഷ്ഠിച്ച് ചെയ്തുകൂടെ? ഒരു തെറ്റും അതിൽ കാണുന്നില്ല. ഹേ ത്രിധാമൻ എന്ന് വിളിക്കുകയാണ് ഭഗവാനെ. ത്വയി മഖൈ ആത്മാനം യജതി സതി. ഇന്ദിരവടി യാഗങ്ങളെ കൊണ്ട് തന്നെ യജിച്ചു. ഇവിടെ പൃഥു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരമാണ്. ഭഗവാനെ ആരെ യാഗത്തിൽ പൂജിക്കുക? തന്നെ പൂജിക്കുക. നമുക്കല്ലേ വേറെ ആൾ എന്നുള്ള ഭാവമുള്ളൂ. ഭഗവാനെ ആരെയെ പൂജിക്കണം? ഭഗവാനെ തന്നെ. അപ്പോൾ അങ്ങേ തന്നെ യജ്ഞത്തിൽ കൂടെ രസകരമായിട്ട് പൂജിച്ചു എന്ന് വേണം ഇവിടെ പറയാൻ. ആത്മാനം തന്നെ യജതി യജിക്കുക, യാഗത്തിൽ പൂജിക്കുക. മഖേഹി മഖങ്ങളെ കൊണ്ട്, യാഗങ്ങളെ കൊണ്ട്. അപ്പം അതിലെന്ത് പറ്റി? ത്വയി ത്രിധാമന്നാരബ്ധേ ശതതമ വാജിമേധയാഗേ. തമം എന്ന് പറയുമ്പോൾ 100 തികയുക എന്നുള്ള അർത്ഥത്തിലാണ് കാണിക്കുക. ശത വാജിമേധയാഗി എന്ന് പറഞ്ഞാലും മതി. ഈ തമം കൂട്ടും ചിലപ്പോൾ. ഇപ്പം എന്താ വെച്ചാൽ ത്രിംശത്തമോധ്യായ സപ്തോധ്യായ എന്ന് പറഞ്ഞാലും മതി. സപ്തതമം, ഒരു തമം കൂട്ടുക എന്ന് പറഞ്ഞാൽ 20 തമോധ്യായ. ഒരു വിശേഷണം പോലൊരു വാക്ക് തന്നെയുണ്ട്. രണ്ടും ഇപ്പോൾ ചത്വാരിംശോധ്യായ എന്ന് പറഞ്ഞാലും 40 തമോധ്യായ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. തമം കൂട്ടുമ്പോൾ ഒന്നും കൂടി ഒരു പൂർണ്ണത അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1000 യാഗം നടത്തി.
1000 യാഗം 100 യാഗം നടത്തിയപ്പോൾ 99 യാഗത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 100ാമത്തെ യാഗത്തിനൊരു തടസ്സം. ഇതെന്താണ് യാഗം? വാജിമേധം, അശ്വമേധം, വാജിമേധം. ഓരോ ജീവികളെ കൊണ്ട് യജിക്കുക. ആണിപ്പോൾ നമ്മൾ വിചാരിച്ചതിൻ്റെ ആന്തരാർത്ഥമൊക്കെ വേറെ ഉണ്ടാക്കുക ഇടയ്ക്ക് പോകണില്ല. അപ്പോൾ കുതിരയെ കൊണ്ട് ചെയ്യണ യാഗത്തിനാണ് നമ്മൾ അശ്വമേധം എന്ന് പറയുക. ആടിനെ കൊന്ന് ചെയ്യണ യാഗത്തിനാണ് അജമേധം എന്ന് പറയുക. അശ്വമേധം, വാജിമേധം, ഇതൊക്കെ പണ്ടത്തെ സോമയാഗം, പലതരത്തിലാണല്ലോ യാഗം ഉണ്ടാവുക. അപ്പോൾ ഈ കുതിരയെ സ്വതവേ എന്ത് ചെയ്യും വെച്ചാൽ അഴിച്ചു വിടുക എന്നൊരു ചടങ്ങാണ്. ആ കുതിരയെ അഴിച്ചു വിട്ടിട്ട് ആരും തന്നെ പിടിച്ച് കെട്ടാതെ ആ കുതിര തിരിച്ചു വന്നാൽ യാഗം വിജയിച്ചു. ഇയാളുടെ മേൽക്കോയ്മ എല്ലാവരും അംഗീകരിച്ചു എന്നാണ് അർത്ഥം. ഇതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. വാക്കിൻ്റെ അർത്ഥമാണ് പറഞ്ഞു പോയതുകൊണ്ട് കാര്യം മനസ്സിലാവില്ല. വാക്കിൻ്റെ അർത്ഥമേ മനസ്സിലാവുള്ളൂ. അപ്പം 100ാമത്തെ വാജിപേയ യാഗം, അശ്വമേധ യാഗം, കുതിരയെ അഴിച്ചു വിട്ട സമയത്തിൽ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ഈ കുതിരയെ മോഷ്ടിച്ചു. ഒരു എതിരാളി ഉണ്ട് എന്ന് വന്നു. ഇന്ദ്രനാണ് എന്ന് പൃഥുവിൻ്റെ കൂട്ടരെ അറിയിച്ചതും ഇല്ല. കുതിരയെ കാണാനില്ല. ഈ 99 യാഗത്തിലും പ്രശ്നം ഉണ്ടാവാതെ ഇപ്പം ആരാണോ ഇത് എതിരാളി? വേറൊരു ചക്രവർത്തി എല്ലാറ്റിനെയും കീഴടക്കി ജൈത്രയാത്ര നടത്തിയതായിട്ട് അവർ കേട്ടിട്ടുമില്ല. അത് കേൾക്കുമല്ലോ, അലക്സാണ്ടർ നടത്തിയ പോലെ എല്ലാ സാമ്രാജ്യം പിടിച്ചടക്കിക്കൊണ്ട് ഇതാ വരുന്നുണ്ട് എന്ന് കേൾക്കും. ഇതൊന്നും കേട്ടിട്ടുമില്ല. പിന്നെ ആരാണ് ഈ കുതിരയെ മോഷ്ടിച്ച് കാണാതെ കൊണ്ടുപോയി ആക്കിയത് എന്ന് പൃഥു മക്കളും കൂടി തിരയാൻ തുടങ്ങി. സ്പർദ്ധാലു ശതമഖൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രൻ. അങ്ങനെ പേര് വരാൻ കാരണം 100 യാഗം നടത്തിയാലേ ഇന്ദ്രനാവാൻ പറ്റൂ. അതുകൊണ്ട് ഇന്ദ്രന് ശതമഖൻ എന്ന് പേര്. ആ ശതമഖൻ ഇന്ദ്രൻ ഏത്യ നീചവേഷോ ഏത്യ, നീചവേഷം സ്വീകരിച്ച്, ഇന്ദ്രനാണെന്ന് കണ്ടാൽ അറിയാൻ പാടില്ല, പ്രച്ഛന്ന വേഷത്തിൽ വന്ന് എന്ത് ചെയ്തു? ഏത്യ നീചവേഷോ ഏത്യ, എത്തിയിട്ട് എന്നുള്ള മലയാളം, ഏത്യ തന്നെ, എത്തിയിട്ട് എന്ത് ചെയ്തു? ഹൃത്വ ആവശ്യം തവ, അതായത് തവ അശ്വം ഹൃത്വ, അങ്ങയുടെ കുതിരയെ മോഷ്ടിച്ചു. ഭഗവാനെ, അങ്ങയുടെ കുതിരയെ മോഷ്ടിച്ചു. ബ്രഹ്മസ്വാപഹരണമാണ് ശരിക്ക് ഒരു തരത്തിൽ നോക്കിയാൽ. ബ്രഹ്മസ്വം പറഞ്ഞാൽ ഈശ്വരീയം. അപ്പോൾ അത് അപഹരിക്കുകയാണ്. ബ്രാഹ്മണരുടെ സംബന്ധിച്ചതാണ് കേട്ടോ ബ്രഹ്മസ്വം. ദേവസ്വമാണ് ദേവനെ സംബന്ധിക്കുന്നത്. ദേവസ്വമാണ് ഇവിടെ അപഹരണം. ബ്രഹ്മസ്വവും ദേവസ്വവും വേറെ ഏത് അപഹരിച്ചതിനേക്കാൾ ഇരട്ടി ശക്തിയുള്ളതാണ് പാപം. ഇവിടെ ദേവസ്വമാണ് അപഹരിച്ചത്. ദേവൻ്റെ മുതലാണ്. ദേവനാണല്ലോ ഭഗവാൻ. ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. പൃഥുവിന് മക്കളുണ്ട്. വിജിതാശ്വൻ, ധൂമ്രകേശൻ, നര്യശ്വൻ, രവിണൻ, മൃഗൻ ഒക്കെയാണ് മക്കളുടെ പേരൊക്കെ പറയേണ്ട ഭാഗവത്തിൽ. ആ മക്കൾ ഈ കുതിരയെ അന്വേഷിച്ച് പോയപ്പോൾ കുതിരയെ കിട്ടും എന്നല്ലാതെ കട്ട ആളെ കിട്ടില്ല. കാരണം അപകടമാണല്ലോ കണ്ട. ഈ കുതിരയെ അവിടെ നിർത്തിയിട്ട് ഇന്ദ്രൻ പ്രച്ഛന്ന വേഷത്തിൽ ആകാശത്തു കൂടെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഇതൊരിക്കലും ഇവർ കണ്ടുപിടിച്ചു. അത്രി മഹർഷിയാണ് കാണാൻ സഹായിച്ചത്. കാരണം ഈ കുതിരയെ കിട്ടും, ആളെ കാണൂല. വീണ്ടും യജ്ഞം ആവർത്തിക്കണം. നിയമം അതാണ്. കുതിരയെ അപഹരിക്കപ്പെട്ടാൽ യജ്ഞം വീണ്ടും ആവർത്തിക്കണം. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ അത്രി മഹർഷി ചോദിച്ചു, അല്ല നിങ്ങളിപ്പോൾ ഈ കുറേ പ്രാവശ്യം ഈ കുതിരയെ അഴിച്ചു വിടുക, കുതിരയെ കാണാനില്ലാണ്ട് വീണ്ടും കൊണ്ടുപോവുക, വീണ്ടും യജ്ഞം ആവർത്തിക്കുക, അതിൻ്റെ അവസാനം വേണ്ടേ ചോദിച്ചു. അപ്പോൾ ആരാണോന്ന് എങ്ങനെയാണ് മഹർഷി അറിയുക? എന്നെ തൊട്ടിട്ട് അവിടെ നോക്കിക്കോളൂ, കാണും ആളെ. ഞാൻ അപ്പോൾ പറയണില്ല, ചിലർ അങ്ങനെയാണല്ലോ, ആളെ ഇപ്പം ഞാൻ പറയണില്ല കേട്ടോ എന്ന് പറയും. അങ്ങനെ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല അത്രയ്ക്ക്, അങ്ങനെയാണല്ലോ പറയുക. ഞാൻ പറയണില്ല, അപ്പം നിങ്ങൾ തന്നെ കണ്ടോളൂ, ഇപ്പം ഞാൻ പറഞ്ഞു വേണ്ട. മാത്രമല്ല അത് സത്യമാണെന്ന് ഉറപ്പുണ്ടാവുമല്ലോ കണ്ടാൽ. കേട്ടതിനേക്കാളും സത്യമാണ് കണ്ട.
അത്രിയെ തൊട്ടിട്ട് ഇത് അവിടേക്ക് നോക്കിക്കോളൂ എന്നും പറഞ്ഞ് ഒരു ദിശയിലേക്കാണ് ചൂണ്ടി അത്രി. അപ്പം കണ്ടു എന്തൊക്കെയോ വേഷം കെട്ടി ഒരു വിദ്വാൻ, പ്രച്ഛന്ന വേഷസ്ഥനാണ്. ഇതാരാ മഹർഷി മനസ്സിലാവണില്ലല്ലോ, ദേവേന്ദ്രനാണ്. എന്തിനാ ഈ വേഷം മാറി ആളെ അറിയാണ്ടിരിക്കാനല്ലാണ്ട് എന്തിനാ? ഭഗവാന്റെ അടുത്തുണ്ടോ അപ്പോൾ അതൊക്കെ നടക്കണു? ഏത് വേഷത്തിൽ വന്നാലും ഭഗവാൻ അറിയാണ്ടിരിക്കുമോ? ഇപ്പം ഇന്ദ്രൻ്റെ അല്പബുദ്ധി കൊണ്ടത് മനസ്സിലാക്കിയില്ല. ഇവൻ്റെ കഥയുണ്ട് കഴിച്ചാലോ മക്കളൊക്കെ ചെയ്ത്. നമ്മുടെ അച്ഛൻ്റെ കുതിരയെ കക്കാൻ മാത്രം ആയോ ഇന്ദ്രൻ? ബാധിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത്രയും തടഞ്ഞു. അത് വേണ്ട, ഇന്ദ്രനല്ലേ, അപ്പോൾ കൊടുത്തളയാ പൊക്കോടുന്നതെന്നും പറഞ്ഞു. തൽക്കാലം വധിച്ചില്ല. അപ്പം തവ തനയാത് പരാജിതോ പോത്. ഭഗവാനോട് കളിച്ചാരെങ്കിലും ഇതുവരെ വിജയിച്ചിട്ടുണ്ടോ? ഭഗവാനെ അങ്ങ് തോറ്റ ചരിത്രമുണ്ടോ? ഒറ്റ ആൾക്കാരുടെ തോക്കുള്ളൂ ഭഗവാൻ ഭക്തന്മാരുടെ മുമ്പിൽ. അവിടെ അപ്പീലൊന്നുമില്ല. ഭക്തൻ പറഞ്ഞതോ ഭഗവാൻ പറഞ്ഞതോ മീതേ എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞത് ഭക്തൻ പറഞ്ഞത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അല്ലാത്ത ഒരാളോടും ഭഗവാൻ തോൽക്കില്ല. അത് തോൽക്കാനൊരു കൗതുകമാണ് ഭഗവാനെ. കുട്ടികളോടൊക്കെ നമ്മൾ തോൽക്കണ പോലെ. അല്ലാതെ ഒരാളോടും ഭഗവാൻ തോറ്റില്ല. ഹൃത്വാശ്വം തപതനയാത്, അങ്ങയുടെ മകനാൽ പരാജിതോ ഭൂത്, പരാജയപ്പെട്ടു. അങ്ങനെ അശ്വമേധയാഗങ്ങളൊക്കെ നടത്തി കുതിരകളെ ഒരു കുതിരയെ അഴിച്ചു വിട്ടിട്ട് അത് തിരിച്ചു വരാതെ ഉണ്ടായില്ല. ഒക്കെ തിരിച്ചു വന്നു 99 യാഗത്തിൽ. ഒരു യാഗത്തിൽ മാത്രം കുതിരയെ ഇന്ദ്രൻ അപഹരിച്ചു. ആ ഇന്ദ്രനെ മക്കൾ അത്രിയാൽ കാണിക്കപ്പെട്ടു, കൊടുക്കപ്പെട്ടു. പരാജിതോ ഭൂത്, പരാജയപ്പെടുകയും ചെയ്തു. വധിക്കാൻ നോക്കി, അത്രി തടഞ്ഞു. അവിടെ വിഷ്ണു പ്രത്യക്ഷമായിട്ട് ചില കാര്യങ്ങൾ പൃഥ്വിരാജാവിനോട് പറയുകയാണ്. അടുത്ത ഭാഗം. ആത്മാനം യജതി, ഭഗവാൻ തന്നെയാണ് കേട്ടോ യജിക്കണം. നമുക്കല്ലേ ഭഗവാനെ യജിക്കേണ്ടു, ഭഗവാന് തന്നെയല്ലേ ഇരിക്കുക. ആത്മാനം തന്നെ യജതി മഖൈ ത്വയി ത്രിധാമ ആരബ്ധേ ശതതമ വാജിമേധയാഗേ. വാജിമേധം അശ്വമേധം, വാജി എന്ന് പറഞ്ഞാൽ കുതിര. സ്പർദ്ധാലു ശതമക ഏത്യ നീശവേഷോ, സ്പർദ്ധാലു ശതമക നീശവേഷോ ഏത്യ. സ്പർദ്ധാലു ആയിട്ടുള്ള മത്സരബുദ്ധിക്കാരൻ ആയ ശതമകൻ ഇന്ദ്രൻ, ഇന്ദ്രൻ്റെ പേരാണ് ശതമകൻ, 100 യാഗം നടത്തിയ ആൾ. നീചവേഷോ ഏത്യ, നീചവേഷത്തിൽ എത്തിയിട്ട്, എത്തിയ എന്ന് പറഞ്ഞാൽ എത്തിയിട്ട് തന്നെയാണ്. ഋത്വാശ്വം തപതനയാത് പരാജിതോ, അശ്വത്തെ അപഹരിച്ചു. അങ്ങയുടെ മകനാൽ പരാജയപ്പെടുത്തപ്പെട്ടു എന്നും പറഞ്ഞ് അവിടെ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷമായി ചില ഉപദേശങ്ങൾ പൃഥുവിന് കൊടുക്കുന്നതിനെ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.